Love, peace, and joy. Welcome back to our channel. Josephine Jerome Lopez, my paternal grandmother. മമ്മനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണത്. മമ്മയുടെ പല വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വ്ളോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ മമ്മ. സോ മമ്മ മരിച്ചിട്ട് ഈ ഒരു മാർച്ച് 20th ആകുമ്പോൾ 1 year ആവണേണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നാളായി ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ മൊബൈലിലുള്ള കുറേ വീഡിയോസ്, മമ്മയുടെ മെമ്മറീസ്, പിക്ചേഴ്സ് എല്ലാമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മമ്മയും എൻ്റെ ജസ്റ്റ് ബോയും എൻ്റെ മോനും തമ്മിലുള്ള കുറച്ച് വീഡിയോസ്, അതേപോലെ മമ്മ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത്, മമ്മ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്, അതേപോലെ മമ്മ ബെഡ്രിഡനായ ശേഷം മമ്മയുടെ കൂടെയുള്ള കുറേ മൊമെൻറ്റ്സ്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത് എൻ്റെ മൊബൈലിൽ മാത്രം ഇരുന്നാൽ അത് എനിക്ക് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. സോ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതേപോലെ ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിന് എല്ലാവർക്കും കാണാൻ പറ്റും. One of the important thing I really want to say about her is blessed motherhood എന്ന് ഞാൻ പറയും. With 10 children, 25 grandchildren and 27 great grandchildren. 27 great grandchildren ഇനിയും കൂടിക്കൊണ്ടിരിക്കും, ഇൻക്ലൂഡിങ് മൈ ബേബി ഇൻ ദ വൂംബ്, അതും കൂടി കൂട്ടിയ 28 എന്ന് പറയാം. എനിവേ, ഈ ഒരു വീഡിയോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹർ, our dearest mama, Josephine Jerome Lopez. ഒരു കാര്യം കൂടി പറയണം, എന്നിട്ട് നമുക്ക് വീഡിയോസ് കാണാം. ഈ വീഡിയോസിൻ്റെ എല്ലാത്തിലും മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ വോയിസ് ഓവർ ഉണ്ടാവും. വോയിസ് ഓവർ ഇട്ടാൽ മാത്രമേ ആ ഒരു കോണ്ടെക്സ്റ്റും ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഞാനാണല്ലോ ആ വീഡിയോസ് ക്യാപ്ചർ ചെയ്തേക്കുന്നത്. വെറുതെ റാൻഡം വീഡിയോസ് എടുത്തു വെച്ചേക്കുന്നതല്ല, പല സിറ്റുവേഷൻസിലും എനിക്ക് തോന്നിയിട്ട് എടുത്തു വെച്ച വീഡിയോസാണതെല്ലാം. അതേപോലെ ഞാൻ പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മമ്മയുടെ പേര് ആണ് എനിക്ക് തന്നേക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ ഒരു സെയിൻറ്റിൻ്റെ നെയിം ഇട്ടേക്കുന്നത് മമ്മയുടെ പേരാണ്. മമ്മയുടെ പേര് ജോസഫീൻ, എൻ്റെ പേരും ജോസഫീൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പേര് ഭയങ്കര ഒരു ബോറിംഗ് നെയിമായിട്ടായിരുന്നു ആദ്യമൊക്കെ തോന്നുന്നത് വെച്ചത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഷാരൻ ലോപ്പസ് മതിയായിരുന്നില്ലേ, എപ്പോഴും വീട്ടിൽ ഞാൻ ഒച്ചുണ്ടാക്കുമായിരുന്നു ഇങ്ങനെ, എന്തിനാണ് ഈ ജോസഫീൻ ഷാരൻ ലോപ്പസ് ഇട്ടേക്കുന്നത്, എന്ത് വലിയ പേരാണ്, എഴുതാൻ സ്ഥലവും കൂടി തികയില്ല എന്നൊക്കെ പറയുമായിരുന്നു. എന്തോ എനിക്ക് ഭയങ്കര ഒരു ബോറിംഗ് പേര് പോലെ തോന്നുമായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ജോസഫീൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ് ജോസഫീൻ. അത് പല റീസൺസ് ഉണ്ട്. ഒരു +2 ഡിഗ്രി കാലഘട്ടം തുടങ്ങിയാണ് എനിക്ക് ആ പേരിനോട് ഇഷ്ടം വന്നത്. ദ റീസൺ ഈസ് when I started loving my Jesus more, I started loving that name. Because സെയിൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞാൽ ജീസസിൻ്റെ ഫോസ്റ്റർ ഫാദർ ആണ്. ജീസസ് ഡാഡ് എന്ന് വിളിച്ച ഒരു വ്യക്തി അല്ലേ. അതേപോലെ ആ പേരിൻ്റെ മഹത്വവും അതൊക്കെ ഭയങ്കരമായിട്ട് അറിഞ്ഞു വന്നപ്പോഴേക്കും I started loving that name. പിന്നെ ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ആ പേര് മമ്മയുടെ പേരാണ്. മമ്മയുടെ എനിക്ക് I can make proud of her. I can make her proud of me through my deeds, through my profession, and through my entire life. So ആ പേര് കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യാൻ എനിക്ക് പറ്റട്ടെ, in the name of Jesus. So let's watch the videos, and കാണുന്നവരെല്ലാവരും തന്നെ please do pray for her soul. May her soul rest in peace. And also കാണുന്നവർ മമ്മനെ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ജീസസ് യൂത്ത് കമ്മ്യൂണിറ്റി എല്ലാവർക്കും തന്നെ മമ്മനെ അറിയാം. ബിക്കോസ് വീട്ടിൽ വരുന്നവരെല്ലാവരും മമ്മയോട് മിങ്കിൾ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഷീ വാസ് സോ വെരി ടോക്കറ്റീവ് പേഴ്സൺ ആണ്. ആര് വന്നാലും സംസാരിക്കും, എല്ലാവരോടും വിശേഷങ്ങൾ ചോദിക്കും. സോ എന്നെ അറിയാവുന്ന എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ മമ്മനെ അറിയാം നന്നായിട്ട്. അപ്പോൾ മമ്മനെ പറ്റിയുള്ള നിങ്ങളുടെ മെമ്മറീസ് പ്ലീസ് ടു ഷെയർ ഇൻ ദ കമൻസ്. അത് വായിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എസ്പെഷ്യലി നമ്മളിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ യുവർ കമൻസ് റിയലി മാറ്റേഴ്സ്. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പ്ലീസ് ടു കമൻറ്റ് ഡൗൺ എന്ന്. അപ്പോൾ ഇത് കാണുന്നവർ മമ്മയായിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ please do share in the comment box. So let's watch the videos.
എൻ്റെ ചെസ് ബോയ് നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡാണ്. അതേപോലെ അവൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അത് മമ്മനെ കാണാനും നമ്മുടെ കൂടെ ടൈം ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വേറെ ആർക്കെങ്കിലും ഉണ്ടാവും എനിക്കറിയില്ല. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് വേറെ ഒന്നിനും മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഇയേഴ്സ് ആയിരുന്നു നാട്ടിലുണ്ടായിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് മമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ആ സമയം. അവൻ അത്രയും മമ്മനെ കെയർ ചെയ്യുമായിരുന്നു. അതേപോലെ മമ്മയും തിരിച്ച് മമ്മയുടെ കെയറിങ് എന്ന് പറഞ്ഞാൽ മമ്മ എവിടെ പോയാലും അല്ലെങ്കിൽ എപ്പോഴും അവനെ കാണണം. കൊച്ചെന്തേ ഇങ്ങനെ ചോദിക്കണം. കൊച്ചെവിടെ, കൊച്ചെന്നാണ് അവനെ എപ്പോഴും വിളിക്കുന്നത്. അവനെവിടെയെന്ന് ഇപ്പോഴും ചോദിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ട്രഷർ വീഡിയോസാണ്. അത് മമ്മയും അവനും കൂടിയുള്ള ആ ഒരു ബോണ്ട്, അത് ഇറ്റ്സ് ഐ കാൺട്ട് സേ ഇറ്റ്, വേർഡ്സ് ഫെയിൽ മീ. മമ്മ പഠിപ്പിച്ചു തന്ന വേറൊരു ട്രഡീഷനാണ് ഈ കാണുന്നത്. അതായത് കൊന്ത എത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ആ ക്രൂസിഫിക്സിൽ ക്രൂശിത രൂപത്തിൽ പിടിച്ചിട്ടാണ് മമ്മ ചെല്ലുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോൾ കൊന്ത എത്തിച്ചാലും ആ ക്രൂസിഫിക്സിൽ പിടിക്കുമ്പോൾ മമ്മനെയാണ് ആദ്യം ഓർക്കുന്നത്, മമ്മക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് എല്ലാം. അപ്പോൾ ആളുടെ ഒരു ഫേവറേറ്റ് പ്രെയറാണ് ഈ കൊന്ത ചെല്ലുക എന്നുള്ളത്. ഇത് നല്ല രസമുള്ള ഒരു വീഡിയോയാണ്. കാരണം ഇതുപോലത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. മമ്മ ഇങ്ങനെ വന്നിരുന്ന് ചിരിച്ച് വർത്താനം പറയുന്നു. ആരോടാണെന്നറിയില്ല. ചിലപ്പോൾ മമ്മ കുറേ റൈംസ് പാടും, ചിലപ്പോൾ കുറേ പാട്ട് പാടും. ഏറ്റവും കൂടുതൽ നമ്മുടെ സിബ്ലിങ്സിനെ പറ്റിയും അതേപോലെ ആയിരുന്ന നമ്മുടെ കുട്ടിക്കാലത്തിനെ പറ്റിയൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയും. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. കൂടുതൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അവസാനം നമ്മുടെ ആ ഒരു മരിക്കുന്നതിന് മുൻപുള്ള വർഷങ്ങൾ. അത് നല്ല രസമാണ് കണ്ടിരിക്കാൻ. ചിരിക്കുന്നതും പരിഭവം പറയുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. മമ്മി എന്താണ് വേണേ ആർണിക്ക ഹെയർ ഓയില് ഞങ്ങൾക്ക് നന്നം കിട്ടാൻ ഇനി പോകുമ്പോ മേടിച്ചു തരാന്ന് പറഞ്ഞിരിക്കേ. എന്ത് ഹെയർ ഓയിലാണ്? ആർണിക്ക ഹെയർ ഓയില്. എവിടത്തെയാണത്? ഹോമിയോ. പറയുന്നുണ്ട് മുടി മമ്മി പച്ചയായിട്ട് മമ്മിയുടെ മുടി നല്ല മുടിയും വളരണമുണ്ട്. മമ്മയുടെ അനിയത്തിയാണ് ഐരിമമ്മയുടെ വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലേ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അമ്മനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാളാണ്. അതേപോലെ ഞങ്ങളോടാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. വരുമ്പോൾ കുറേ സംസാരിച്ച് ഒരു ദിവസം നിന്ന് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് മമ്മ കിടന്ന് പോകുന്നതിന് മുൻപ് വന്നതാണ്, ലാസ്റ്റ് ടൈം വന്നതാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് പറയും, ഇനി വരുമ്പോഴും നമുക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കണം, കിടന്ന് സംസാരിക്കരുതെന്ന് പറയും. ഇനി വരുമ്പോഴും ഇങ്ങനെ ഇരുന്ന് കിസ് കൊടുക്കണം, കിടന്ന് കിസ് തരരുത് കേട്ടാ. കേട്ടാ ഒച്ചപ്പോ മനസ്സിലാകും. ഇനി കാണാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ മമ്മ വീണതിന് ശേഷമുള്ള വീഡിയോസാണ്. പ്രത്യേകിച്ച് മമ്മ വീണത് ഒരു ജൂൺ 9th 10th ആ ഒരു സമയത്താണ്, 2023. അപ്പോൾ വീണിട്ട് ആ വീഴ്ചയിലാണ് നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്ത് മോശമായത്. അതായത് വീണപ്പോൾ നമ്മുടെ തല അടിച്ചാണ് അമ്മ വീണേക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോട്ടായി ബ്ലഡ്.
നമ്മുടെ ആ ഒരു മൊത്തത്തിലൊരു പ്രശ്നം വന്ന് ആൾക്ക് പിന്നെ ഓർമ്മ തീരില്ലാതെ ആയി, നടക്കാൻ വരെ സിറ്റുവേഷൻ ആയി. അത്രയും നാളും തനിയെ നടന്നിരുന്ന വെച്ച ആളാണ്. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് പിടിച്ചു കൊടുത്താൽ മതി ഇൻ കേസ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അല്ലാതെ മാക്സിമം ആൾ തനിയെ നടക്കുമായിരുന്നു വീട്ടിൻ്റെ ഉള്ളിലൊക്കെ. പക്ഷെ ആ വീഴ്ചയോട് കൂടെ നമ്മുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായി തുടങ്ങി. അപ്പോൾ ആ വീഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസാണ് ഇനിയുള്ളത്. ഞാൻ എന്താണ് ഇതിടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എഫേർട്ടാണ്. ആദ്യം വീണ 2 ദിവസം അമ്മ കുറച്ച് ആ വീഴ്ചയുടെ വേദനയും ബോഡി പെയിനൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിൽ കൂടിയും അമ്മ ട്രൈ ചെയ്യുമായിരുന്നു മാക്സിമം. അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും, ദൈവമേ സമ്മതിക്കണം. അമ്മ മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു എണീറ്റ് വരാൻ വേണ്ടി. ഇപ്പോൾ കിടക്കലാണെങ്കിൽ പോലും ഇങ്ങനെ എണീക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഡാഡി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെക്കാട്ടും കൂടുതൽ ഡാഡി പിടിച്ചാൽ എണീറ്റ് നടക്കാൻ ശ്രമിക്കുമായിരുന്നു, എണീറ്റ് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ആ വീഡിയോസൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ കൂടെ കുറേ പ്രാർത്ഥിക്കാൻ പറ്റി. അതൊക്കെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നണ മമ്മ വീണ് കിടന്നതിൽ പിന്നെ ത്രൂ ഔട്ട് ഞങ്ങളുടെ ഫാമിലി പ്രെയർ മൊത്തം ആ റൂമിലിരുന്നാണ്. മമ്മയുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഫാമിലി പ്രെയർ ചെയ്തേക്കുന്നത്. സമാധാനത്തിന്റെ ലോകത്തിന്റെ വാണിക ദൈവത്തിന്റെ കുഞ്ഞാടെ, ലോകത്തിന്റെ വാണിക ദൈവത്തിന്റെ കുഞ്ഞാടെ, ലോകത്തിന്റെ വാണിക ദൈവത്തിന്റെ കുഞ്ഞാടെ, നരേശന്റെ പുണ്യ മാതാവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാൻ കർത്താവെ പൂർണ്ണ മനസ്സോടെ അണിഞ്ഞിരിക്കുന്ന കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കരുണമാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും ആദ്യ ശരണമേ സ്വസ്തി. ഹായുടെ മക്കളായ ആകെ ഞങ്ങളുടെ മധ്യസ്ഥങ്ങളുടെ കണ്ണയുള്ള കണ്ണുകളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളൊക്കെ മമ്മ കൂടെ ചെല്ലുമായിരുന്നു പ്രാർത്ഥനകൾ, കൊന്തെത്തിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ആളുടെ പിന്നെയും ഓർമ്മകളൊക്കെ പിന്നെയും പോയി തുടങ്ങി. ഒട്ടും ആൾക്ക് ശക്തിയില്ലാത്തൊരു സിറ്റുവേഷൻ വരെ വന്ന് കയ്യിലൊക്കെ കൊന്ത പിടിക്കാൻ പോലും. എന്നാലും കൊന്ത മുറുകെ പിടിക്കുമായിരുന്നിട്ട് ഞങ്ങൾ കയ്യിൽ വെച്ച് കൊടുക്കുമായിരുന്നു. അതൊരു ശക്തിയായിരുന്നു നമുക്ക്. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കാൻ എനിക്ക് പറ്റിയ ആ വീഡിയോസ് എല്ലാം. പിന്നെ മമ്മയും തമ്മിലുള്ള കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനും ഹെൽപ്പ് ചെയ്യാൻ കയറുന്നത് കൊണ്ട് അതൊന്നും എനിക്ക് എടുക്കാൻ തോന്നിയില്ല, അങ്ങനത്തെ വീഡിയോസൊന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മി എപ്പോഴും മമ്മക്ക് എന്ത് കൊടുക്കുമ്പോഴും, ഫുഡ് കൊടുക്കുമ്പോഴായാലും എന്ത് ഒരു മരുന്ന് ഇൻസുലിനൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും എപ്പോഴും വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, ഒരു ദിവസത്തെ ഒരു പോർഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മക്കളോടും പറയുന്നത് ദിവസവും വായിക്കണം. ഓർമ്മയുണ്ട? കർത്താവെ, ഞാനെങ്കിൽ പാടിപ്പോഴ്ത്തും അവിടെ തന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കും. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. വലിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ടവിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസരിച്ച് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ഇനി അതാണ് തങ്ങളോടുകൂടെ കർത്താവ് എന്നേക്കും പുറന്തള്ളും. ഇസ്രായേലിൽ സമാധാനം ചുമലിലേറ്റ് രക്ഷിക്കുകയും ചെയ്യും. യെശയ്യാ 46:4. യെശയ്യാ 45:3. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും.
യെശയ്യാ 45:3. ഇതൊക്കെ പറഞ്ഞോളൂട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാ. ഞാനിപ്പോ പറയണ വചനങ്ങളില്ലേ, ഇത് കഴിയുമ്പോ പറയണോട്ടാ, പറയണോട്ടാ. ആ പിന്നെ എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്താണത്? ഫിലിപ്പിയർ 4:13. ഫിലിപ്പിയർ 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ ശക്തമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 41:10. മിക്കായി 7:7. ഇന്നലെ ഞാൻ പഠിച്ചു മിക്കായി 7:7. എന്നാൽ ഞാൻ എൻ്റെ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മിക്ക 7:7. അമ്മ ഒരു വചനം പറഞ്ഞേ. ദൈവം യേശു ക്രിസ്തു വഴി ദൈവം യേശു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. സുഭാഷിതങ്ങൾ 4:32. അതേപോലെ മമ്മയുടെ എഫേർട്ടാണ് ഞാൻ പറയുന്നത്. കിടന്നിട്ട് പോലും ആള് എടുത്തൊരു എഫേർട്ട്, അത് ഒന്നും പറയാനില്ല. ആള് കിടന്നു പോകുന്നതിന് മുൻപാണെങ്കിൽ പോലും എപ്പോഴും സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. എനിവേ, ഇനിയുള്ള വീഡിയോസ് കാണാം നമുക്ക്. പിന്നെ മമ്മ ബെഡ്രിഡൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി, അതായത് ഫുഡാണെങ്കിൽ പോലും നമുക്ക് ഫുഡ് പൈപ്പ് വഴിയാണ് കൊണ്ടിരുന്നത് വെച്ചത്, ട്യൂബ് വഴി. അതേപോലെ യൂറിനേറ്റ് ചെയ്യാനാണെങ്കിലും അതിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഡൈപ്പർ അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്കൊന്നും തനിയെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ പോലും ഞങ്ങളുടെ ആ ഒരു വീട്, ഞാൻ പറയും, ഒരു പ്രയർ ഹബ്ബായിട്ട് മാറി. കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാൻ മമ്മ ഞങ്ങളെ സഹായിച്ചെന്ന് ഞാൻ പറയും. എസ്പെഷ്യലി എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഹോളി ബൈബിള് തന്നെ വളരെ സ്നേഹത്തോടെ വായിച്ചു തുടങ്ങിയത് മമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ്. അന്നാണ് എനിക്ക് ആ ഒരു ഇൻസൈറ്റ് പോലെ വന്നത്. ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വീഡിയോ, നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ ബൈബിൾ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, മൊബൈൽ ഫോൺ നമ്മൾ മറന്നു വെച്ചാൽ തിരിച്ച് വീട്ടിൽ പോയി മൊബൈൽ എടുക്കാൻ പോകില്ലേ, അതേപോലെ ആരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കും. അതേപോലെ നമുക്ക് ബൈബിൾ നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കാണാനിടയായി. അത് ഞാൻ കണ്ടത് തന്നെ മമ്മയുടെ കൂടെ ഇരിക്കുന്ന സമയത്താണ് ആ റീൽസ് കണ്ടത്. അപ്പം മമ്മ ആ കിടക്കുന്ന ആ ഒരു സമയത്താണ് എനിക്ക് വചനത്തിനോട് കൂടുതൽ ഒരു സ്നേഹവും ഒരു ഭയങ്കര അഡിക്ഷനൊക്കെ വന്നു തുടങ്ങിയത്. അതേപോലെ യൂറിസ് ആൻറ്റി, മമ്മയുടെ മൂത്ത മോള്, ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുമായിരുന്നേ. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ആൻറ്റി റോസറീസ് ഉണ്ടാക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആൻറ്റി റോസറീസ് ഉണ്ടാക്കുന്ന ഒരാളാണ്. എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായതും ആ ഒരു സമയത്താണ്. അതായത് മമ്മ ഈ കിടക്കുന്ന സമയത്താണ്, ഒരു ജൂലൈ ആ സമയത്താണ് എനിക്ക് റോസറീസ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അതും മമ്മയുടെ റൂമിലിരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് റോസറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആസ് എ റോസറി മേക്കർ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ സംഭവിച്ചത് മമ്മയുടെ കൂടെ ഇരുന്നതിന് ശേഷമാണ്, മമ്മ കിടക്കുന്ന സമയത്താണ്. അതേപോലെ വീട്ടിലാണെങ്കിലും ഞങ്ങളുടെ ഒരു പ്രയർ സ്റ്റൈൽ, മമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പേഴ്സണൽ പ്രെയർ ആണെങ്കിൽ പോലും ഞാൻ ഇരുന്ന് ചെല്ലുന്നതെല്ലാം മമ്മയുടെ കൂടെ ആയി. അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. ഈവൻ ദോ അത് സ്ട്രഗിൾസമാണ്. നമുക്കറിയാം, ഒരാൾ കിടന്നു പോകുമ്പോൾ അതിൻ്റെതായ സ്ട്രഗിൾസ് വീട്ടിലുള്ളവർക്ക് ഉണ്ടാവും. എന്നാൽ പോലും അതൊരു അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് പറ്റിയെന്നുള്ളതാണ്. എനിക്ക് ഇപ്പോഴും ഞാൻ പറയും, ഞാൻ വന്നതിന് 2 ദിവസം മുൻപ് വരെ മമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. മമ്മയുടെ പ്രാർത്ഥനകളിലും നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്സും എൻ്റെയും എൻ്റെ കുടുംബത്തിനും അതുവഴി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മമ്മ വീണതിന് ശേഷം വീട്ടിൽ വന്ന പിന്നെയുള്ള ഒരു വീഡിയോ ആണിത്. മമ്മ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനെ അത്യാവശ്യം കൈയൊക്കെ ഇങ്ങനെ കൊച്ചിനെയൊക്കെ പിടിക്കാനും നോക്കാനും എല്ലാം ശ്രമിക്കുമായിരുന്നു.
കൊച്ചെവിടെ കൊച്ച്? ജസ്ബോയിനെ വിളിച്ചേ, ജസ്ബോയിനെ വിളിച്ചേ, ജസ്ബോയിനെ വിളിച്ചേ. I will say of the Lord, He's my refuge and my fortress, my God, in Him I will trust. Surely He shall deliver you from the snare. അങ്ങനെ മതി കേട്ടോ. എന്താണ് ഈ സാധനം നോക്കാം. എന്താണ് നോക്കിയേ? മമ്മ വിളിയട്ടെ മമ്മ. മമ്മ നിന്റെ പൂമുഖം കാണുവാനിന്നു പാടുമ്പമ്മ എന്നെ അങ്ങു വിളിക്കുക പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ മറ്റൊരു ദിനം നിൻമഹിമകൾ പാടുവാനങ്ങു നൽകുക വിശ്രമം തന്നു സൗഖ്യവും തന്നു ശക്തിയും തന്നരുളണേ നിന്റെ നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല കേട്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ നിവർത്തണം വയ്യ. അപ്പൊ തന്നെ താഴെ കർത്താവിന്റെ സംരക്ഷണത്തിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ. ഇനി നമ്മുടെ കൂടെയുള്ള കുറച്ച് പിക്ചേഴ്സാണ് ജസ്ബോയും അതേപോലെ അലീനയും. അലീന ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു, കാരണം ആളും മമ്മയായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോണ്ടഡ് ആയിരുന്നു. എനിവേ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാനും നമ്മുടെ കൂടെ ഇരുന്ന് സ്തുതിക്കാനും നമ്മുടെ കൂടെ പാട്ട് പാടാനും എല്ലാം ഞങ്ങൾക്ക് ദൈവം അതിനുള്ളൊരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് തന്നു. കർത്താവിന് നന്ദി പറയുന്നു. ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ആണ് കമ്മിങ് വീക്ക് 20th മാർച്ചിന്. അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും പ്രത്യേകം പറയുന്നു, അഗെയിൻ പ്ലീസ് പ്രേ ഫോർ മമ്മാസ് soul. May her soul rest in peace. In the name of Jesus. Amen. നൽകുന്നു നെഞ്ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ, നിത്യവും കാത്തുകൊള്ളണേ. ദൈവമേ നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു, നെഞ്ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ, നിത്യവും കാത്തുകൊള്ളണേ. നിന്റെ തൂമുഖം കാണുവാനാകും എന്നെ അങ്ങു വിളിക്കുകിൽ, പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേ